ഗായ്സ് അങ്ങനെ നമ്മളിതാ താമരയൊക്കെ പറിച്ച് കഴിഞ്ഞ് നമ്മുടെ ഗപ്പി മീനുകളൊക്കെ നമ്മൾ ഇനി ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഗപ്പി മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളറുള്ളതും കളറില്ലാത്തതും തള്ള മീനെ കുഞ്ഞു മീനെ എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ സാധാരണ ഇന്ന സാരിവാലം എന്നാട്ടോ പറയുന്നത്. ഗപ്പി മീൻ എന്ന് നമ്മൾ പറയില്ല, നമ്മൾ സാരിവാലന്മാരെന്നാട്ടോ പറയുന്നത്. അങ്ങനെ സാരിവാലന്മാരെ നമ്മളിതാ ബോട്ടിലേക്ക് അരിച്ചിട്ടാണ് ഇട്ടത് ഗായ്സ്. അപ്പോൾ അതേ ബാക്കിയുള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ടോ. അത് വെള്ളം ഒഴിച്ചാണ്. അപ്പം ഉള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയാണ്ട് ഞാൻ അവിടുന്ന് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം ചായക്കടയിലേക്ക് ഞാൻ ചക്കര കൂടി വന്നിട്ട് നമ്മൾ പഴംപൊരി ഉള്ളിവിടെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒന്നും പറയണ്ട, മൊത്തത്തിൽ കോമഡി ആയിരുന്നു കേട്ടോ. അങ്ങനെ പഴംപൊരി ഉള്ളിവിടെയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഹരിച്ചോട്ടൻ എന്നോട് പറഞ്ഞ് വേഗം താമരയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് എനിക്ക് നടേണ്ട രീതികളൊക്കെയാണ് ഈ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിച്ചേട്ടൻ അങ്ങനെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന പരിപാടിയാണ്. അത് തന്നെ പഴംപൊരി ഞാൻ വയറ്റിലാക്കി, പിന്നെ കുറച്ച് ചെടികളും കൂടി നമ്മൾ അവിടുന്ന് പറിച്ചു വിട്ടു. അപ്പം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.